കഥ നഷ്ടപ്പെട്ട പന്ത്. രചന ശ്രീ തോമസ് കാവാലം. ഞായറാഴ്ചയായിട്ട് നീ ഇപ്പോൾ എങ്ങോട്ടാ? വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി കാലിൽ ചെരുപ്പിട്ട് കൊണ്ടിരുന്ന ജോജിയോട് അവന്റെ അപ്പൻ കുട്ടപ്പൻ ചോദിച്ചു. ഞായറും തിങ്കളും ചൊവ്വയും ദിവസം നോക്കിയിട്ടാണോ പുറത്തു പോകുന്നത്? അപ്പന്റെ ചോദ്യം രസിക്കാതെ അവൻ പറഞ്ഞു. അടുത്ത് തന്നെ പൂമുഖത്ത് മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവന്റെ അമ്മ റാണി. മകന്റെ സംസാരം അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല. അവർ ഏറ്റുപിടിച്ചു. ഡാ, നീ ഈടെയായി ആള് മാറിയിരിക്കുന്നു. ഏതോ വലിയ ആളായി മാറിയതുപോലെ. പറയുമ്പോൾ ആരോടാണ് പറയുന്നത്, എന്താണ് പറയുന്നതെന്ന് നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം, അവൻ അമ്മയുടെ നേർക്ക് അട്ടഹസിച്ചു. നേരം പരപരാന്ന് വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നേരിയൊരു തണുത്ത കാറ്റ് കിഴക്ക് നിന്ന് വീശിക്കൊണ്ടിരുന്നു. ചെരുപ്പിട്ടുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിറങ്ങിയ ജോജിയുടെ കാലിൽ ഒരു പന്ത് തട്ടി. അല്പം മുന്നോട്ട് നീങ്ങിയ പന്ത് ഒരിക്കൽ കൂടി അവൻ കാലുകൊണ്ട് തട്ടി. പെട്ടെന്ന് അവന് ആ പഴയ കാലം ഓർമ്മ വന്നു. അന്ന് അവന് 3-4 വയസ്സ് പ്രായമുള്ളപ്പോൾ പള്ളിപ്പെരുന്നാളിന് അവന്റെ അപ്പൻ വാങ്ങിക്കൊടുത്ത പന്തായിരുന്നു അത്. അന്ന് കുറേ ദിവസങ്ങൾ അവൻ അത് തട്ടിക്കൊണ്ട് നടന്നു. പിന്നെ എവിടെയോ പന്ത് മറഞ്ഞു. ഇപ്പോൾ ഇതെങ്ങനെ അവിടെ നിന്ന് വന്നു എന്ന് ഓർത്തവൻ അതിശയിച്ചു. ആകെ ചെളി പിടിച്ച് നിറം മങ്ങി കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒന്നായി മാറിയിരുന്നു ആ പന്ത്. പുറകോട്ട് തിരിഞ്ഞ് ഒന്നുകൂടി ആ പന്ത് വലങ്കാലിന് തട്ടിയിട്ട് അവൻ സ്ഥലം വിട്ടു. വീടിന്റെ ഇറയത്ത് കെട്ടിയിരുന്ന ചിരട്ടയിൽ നിന്നും അല്പം ഉമിക്കരി എടുത്ത് പല്ല് തേച്ചുകൊണ്ട് കുട്ടപ്പൻ മകൻ പോയ വഴിയെ നോക്കി നിന്നു. അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ അടിക്കുക, അയാളുടെ മനസ്സു പറഞ്ഞു. കിഴക്കുതിച്ചിരുന്ന സൂര്യന്റെ രശ്മികൾ മുഖത്തേക്ക് അടിച്ചപ്പോൾ പെട്ടെന്ന് അയാൾ മുഖം തിരിച്ചു. അത്ര തീഷ്ണമല്ലായിരുന്നെങ്കിലും ആ രശ്മികൾ പെട്ടെന്ന് അവന്റെ ചിന്തകളെ പഴയ കാലത്തിലേക്ക് നയിച്ചു. കുട്ടപ്പനൊരു സാധാരണ കർഷകനായിരുന്നു. അയാൾക്ക് 3 മക്കളായിരുന്നു. അവർക്ക് തുടർച്ചയായി 2 പെൺമക്കളുണ്ടായി. സൂസിയും ലൂസിയും. 2 പെൺകുട്ടികളാണെന്ന് കണ്ടപ്പോൾ റാണിക്കും വലിയ വിഷമമായി. അതൊരിക്കൽ അവർ ഭർത്താവിനോട് പറയുകയും ചെയ്തു. പ്രായമാകുമ്പോൾ ഇവരെ വിവാഹം ചെയ്ത് അയക്കും. വയസ്സുകാലത്ത് അല്പം വെള്ളം തരാൻ ഒരു ആൺസന്താനം ഇല്ലെങ്കിൽ. അങ്ങനെ ലൂസി ഉണ്ടായി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജോജി ഉണ്ടായത്. അപ്പോൾ അവർ വളരെ ആഹ്ലാദിച്ചു. വൈകിയാണെങ്കിലും ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ, റാണി കുട്ടപ്പനോട് പറഞ്ഞു. മുറ്റമൊടി തുടർന്നുകൊണ്ടിരുന്ന റാണി പറഞ്ഞു. ഈയിടെയായി പുതിയ കുറെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ജോർജിന്റെ കൂടെ കൂടിക്കൊണ്ട് എല്ലാവരും കൂടി ഭക്ഷണം പാകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യും. ആവശ്യത്തിന് തീറ്റ കിട്ടും. പണി കഴിയുമ്പോൾ 1000 രൂപയും കയ്യിൽ വെച്ചു കൊടുക്കും. കുട്ടപ്പനൊരു ദീർഘനിശ്വാസം വിട്ടു. ഈ പോക്ക് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഇന്ന് ആ പുരക്കിലെ പെണ്ണിന്റെ കല്യാണം അല്ലേ? മാമൂട് പള്ളിയിലെ കല്യാണം, റാണി വിശദീകരിച്ചു. ഏതാ? ചക്കര ചാക്കയുടെ മോളാണോ? നമ്മുടെ ലൂസിയുടെ കൂടെ നഴ്സിംഗ് പഠിച്ചവൾ? കുട്ടപ്പൻ ചോദിച്ചു. അവളല്ല, അവളുടെ ഇളയത്. മൂത്തവളെ കെട്ടിച്ചിട്ട് വർഷം 5 ആയി. അന്ന് വൈകിട്ട് ജോജി തിരിച്ചു വന്നപ്പോൾ വളരെ വൈകിയിരുന്നു. അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് സംസാരിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയ കുട്ടപ്പൻ ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് രാവിലെ വളരെ നേരമായിട്ട് ഉണരാതിരുന്ന മകനെ കട്ടിലിനരികിൽ ചെന്ന് വിളിച്ചുണർത്തി അപ്പൻ ചോദിച്ചു. നീ എന്താ കോളേജിൽ പോകുന്നില്ലേ? കോളേജ് പഠനം എല്ലാം ഉപേക്ഷിച്ചോ? പഠിച്ച് കുറെ ഡിഗ്രി എടുത്തിട്ട് എന്താ കാര്യം? പഠിച്ചവരെല്ലാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപേര നടക്കാം. അപ്പന്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ അവൻ പറഞ്ഞു. എന്ന് വെച്ച് ആരും പഠിക്കാതിരിക്കുകയാണോ? പഠിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും വിദേശത്താണെന്നേ ഉള്ളൂ. അവിടെ ഉള്ളവർക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം കുറെ കാശ് മുടക്കി വിദേശത്തേക്ക് വിടാത്ത കുഴപ്പമേ ഉള്ളൂ. അതിപ്പം മക്കളെ വിദേശത്ത് വിടാൻ കഴിവില്ലാത്ത അപ്പന്മാർ പറയുന്ന മുടന്തൻ ന്യായങ്ങളാണ്. അവന്റെ വാക്കുകളിൽ ഈർഷ്യ മുറ്റി നിന്നിരുന്നു. നിന്റെ പെങ്ങന്മാർ 2 പേർ നഴ്സിംഗ് പഠിച്ചത് വിദേശത്തല്ല. പക്ഷെ ഇന്നവർ മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. സന്തോഷത്തോടെ അവരെ കെട്ടിച്ചുവിട്ട കുടുംബങ്ങളിൽ കഴിയുന്നുമുണ്ട്. പ്രായമായവർ സ്ഥിരം പറയുന്ന പുളു പറയാൻ അപ്പനും പഠിച്ചുപോയി. മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് ചിരി വന്നു. അയാൾ പറഞ്ഞു. പുളു പോലും പുളു. ഇനി ചാകുന്നത് വരെ അത് കേട്ടുകൊണ്ടിരിക്കാം. ജോജിയുടെ ആ വാക്കുകൾ കുട്ടപ്പന്റെ ഹൃദയത്തിൽ കുത്തി ഇറങ്ങിയ കത്തി പോലെ ആയിരുന്നു. അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിനായില്ല. മകനെ വിദേശത്തയച്ച് പഠിപ്പിക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം അയാളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി.
ആദ്യം കാറ്ററിംഗ് പണി എന്ന് പറഞ്ഞു പോയ ജോജി ദിവസേന വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മദ്യത്തിന്റെ ഗന്ധം അവനിൽ നിന്നും പതിവായി അനുഭവപ്പെട്ടപ്പോൾ റാണി ഒരു ദിവസം ചോദിച്ചു, എടാ ഇതെന്താ ഈ പോക്ക് പോകുന്നത്? നിനക്ക് ഇതിന്റെ ആവശ്യമില്ല, വേണ്ടാത്ത കൂട്ടുകെട്ട് വിട്ടുകളെ. അവൻ ചെറുതായി ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, അമ്മേ കാലം മാറി. പക്ഷെ ആ ചിരിയിൽ വല്ലാത്തൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് മനസ്സിലായി. ഒരു ദിവസം ജോർജിന്റെ കൂടെ പോയി ജോജി പുതിയ ചില സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവർ പണം ചെലവഴിക്കുന്ന രീതിയും അവരുടെ സംസാര ശൈലി ജോലിയും ഒക്കെ ജോജിയെ ആകർഷിച്ചു. ആദ്യം മദ്യം, പിന്നെ സിഗരറ്റ്, സംസാര ശൈലിയും ഒക്കെ ജോജിയെ ആകർഷിച്ചു. അതിനുശേഷം ഒരിക്കൽ അവർ പറഞ്ഞു, ഇത് ഒന്ന് ട്രൈ ചെയ്താൽ മതി, ലോകം തന്നെ മാറും. കഞ്ചാവിന്റെ ആദ്യ പുക അവന്റെ മനസ്സിനെ ഒരു മിഥ്യാസ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാം ലഘുവായി തോന്നി. വിഷമങ്ങൾ ഇല്ലാതായതുപോലെ അപ്പനെയോ അമ്മയെയോ അഭിമുഖീകരിക്കാൻ ധൈര്യം കിട്ടി. വിദേശത്തുള്ള പെങ്ങന്മാർ രണ്ടുപേരും വിവരമറിഞ്ഞ് അവനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം സൂസി ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ കുട്ട, നിന്നെ പോലുള്ള എത്രയോ ചെറുപ്പക്കാർ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു നിന്ന് നല്ല ജോലി കണ്ടുപിടിക്കുന്നു. നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നു നിന്നുകൂടെ? എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. പക്ഷേ ഉടൻ കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെയായിരുന്നു എല്ലാവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോജി കഞ്ചാവിന് അടിമയായി. അവൻ വീട്ടിൽ നിന്ന് പണം ചോദിക്കാൻ തുടങ്ങി. കിട്ടാതെ വന്നപ്പോൾ കള്ളത്തരം പറയാനും തുടങ്ങി. കോളേജ് ഫീസ്, ബുക്ക് വാങ്ങണം. റാണി വിശ്വസിച്ചു. കുട്ടപ്പൻ സംശയിച്ചു. എന്നാൽ കൊടുക്കാതിരിക്കാനായില്ല. ഒരു ദിവസം വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം കാണാതായി. റാണി, നീ എടുത്തോ? കുട്ടപ്പൻ ചോദിച്ചു. ഞാൻ എടുത്തിട്ടില്ല, അവൾ വിറച്ചു പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ ഒരുമിച്ച് ജോജിയിലേക്ക് തിരിഞ്ഞു. അവൻ തല താഴ്ത്തി. ആ മൗനം എല്ലാം പറഞ്ഞു. പക്ഷേ അവർ നിസ്സഹായരായിരുന്നു. അതിനുശേഷം ജോജി വീട്ടിൽ നിന്നും കുറച്ചുകൂടി അകന്നു. കൂട്ടുകാരുടെ ലോകത്തായി. പല ദിവസങ്ങളിലും വീട്ടിൽ വരാതെയായി. കഞ്ചാവിനായി പണം വേണം. പക്ഷെ എല്ലായ്പ്പോഴും വീട്ടിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നീ തന്നെ ഒന്ന് കൈകാര്യം ചെയ്തു നോക്ക്. ഇതിന് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. രഹസ്യമായിരിക്കണമെന്ന് മാത്രം. നല്ല കാശ് കിട്ടും. ആദ്യം അവൻ ഭയപ്പെട്ടു. പക്ഷെ ലഹരിയുടെ അടിമയായ മനസ്സ് ആ ഭയത്തെ ജയിച്ചു. ജോജി ഉപഭോക്താവിൽ നിന്ന് വ്യാപാരിയായി മാറി. ഒരു സന്ധ്യയ്ക്കാണ് അത് സംഭവിച്ചത്. മഴ പെയ്തു തുടങ്ങുന്ന നേരം നദിക്കരയിൽ ജോജി ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. ബാഗിൽ അനേകം ചെറിയ പൊതികളും. അപ്പോൾ പെട്ടെന്ന് ചിലർ അവന്റെ ചുറ്റുമെത്തി. പോലീസ്. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ അവന് തോന്നി. പോലീസ് മഫ്തിയിലായിരുന്നു. അവന്റെ കൈകൾ വിറച്ചു. ഓടാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. കയ്യിൽ പിടിച്ച പൊതിയും കണ്ണിൽ നിറഞ്ഞ ഭയവും എല്ലാം ഒരുമിച്ച് അവനെ പിടികൂടി. വാർത്ത ഗ്രാമത്തിലാകെ പടർന്നു. കുട്ടപ്പന്റെ മകൻ കഞ്ചാവ് കേസിൽ പിടിയിലായി. പെട്ടെന്ന് പത്രങ്ങളിൽ ആ വാർത്ത വലിയ അക്ഷരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വാർത്ത കേട്ടപ്പോൾ റാണി നിലത്ത് വീണു കരഞ്ഞു. പിന്നെ ബോധം മറഞ്ഞു. ആശുപത്രിയിലാക്കി. ബോധം വീണപ്പോൾ റാണി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഈ കൂട്ടുകാർ നല്ലതല്ലെന്ന്. കുട്ടപ്പൻ ഒന്നും മിണ്ടിയില്ല. അയാൾ മൗനമായി. ആ മൗനത്തിന് 1000 വാക്കുകളേക്കാൾ അർത്ഥമുണ്ടായിരുന്നു. ജയിലിനുള്ളിൽ ഇരുണ്ട ഒരു കോണിലിരുന്ന് ജോജി കരഞ്ഞു. അവന്റെ കണ്ണിന് മുന്നിൽ അപ്പോൾ തെളിഞ്ഞത് ആ ചെളി പിടിച്ച പഴയ പന്തായിരുന്നു. അന്ന് പള്ളിപ്പെരുന്നാളിന് അപ്പൻ വാങ്ങിക്കൊടുത്ത പന്ത്. വീട്ടുമുറ്റത്ത് അവൻ പുറങ്കാലിന് തട്ടിത്തെറിപ്പിച്ച പന്ത്. ആ നിസ്സാര സന്തോഷങ്ങൾ, അമ്മയുടെ വാത്സല്യം, അപ്പന്റെ സ്നേഹം ആ പന്ത് പോലെ കാണാമറയത്തേക്ക് ഉരുണ്ടുപോയി. അത് വീണ്ടും കണ്ണിൽ പെട്ടതുപോലെ ഒരു പ്രതീകം പോലെ അവന്റെ ജീവിതത്തിന് ചില പ്രതീക്ഷകൾ നൽകി. പുറത്ത് മഴ തകൃതിയായി പെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഉള്ളിലും.